ഗൂഗിളിന്റെ അപ്രമാദിത്വത്തിന് തടയിടാൻ ക്രോമിനെ ബലി കൊടുക്കണമെന്ന നിർദ്ദേശവുമായി അമേരിക്കൻ നീതിന്യായ വകുപ്പ് സെർച്ച് എഞ്ചിൻ വിപണിയിലെ ഗൂഗിളിന്റെ കുത്തക ചോദ്യം ചെയ്തുള്ള കേസിലാണ് നിർണായക നീക്കം. ക്രോം വിറ്റഴിക്കാൻ ഗൂഗിളിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കോടതിയോട് ആവശ്യപ്പെടും. ഗൂഗിളിനെ ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനായി നിലനിർത്താൻ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന കരാറുകളാണ് മാതൃകമ്പനിയായ ആൽഫബറ്റ് ഇങ്ക് ആപ്പിൾ ആൻഡ്രോയിഡ് സിസ്റ്റവുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അപ്രമാദിത്വം ഒഴിവാക്കാനുള്ള മാർഗമെന്ന നിലയ്ക്കാണ് US നീതിന്യായ വകുപ്പ് ക്രോമിന്റെ വിൽപ്പന മുന്നോട്ട് വെക്കുന്നത്. ഏപ്രിലിൽ ഇത്തരമൊരു നിർദ്ദേശം കോടതിക്ക് മുന്നിൽ വെക്കാനാണ് നീക്കമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്മാർട്ട് ഫോൺ സിസ്റ്റങ്ങളുമായും AI കമ്പനികളുമായും അനധികൃത പങ്കാളിത്തമുണ്ടാക്കി സെർച്ച് എഞ്ചിനുകളിൽ ഗൂഗിൾ കുത്തക കൈവശം വെക്കുന്നു എന്ന വാദം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ US ഡിസ്ട്രിക്ട് കോടതി ശരിവച്ചിരുന്നു. ജസ്റ്റിസ് അമിത് മേത്തയായിരുന്നു വിധിക്ക് പിന്നിൽ. അടുത്ത വിചാരണയ്ക്ക് മുൻപ് പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും ആവശ്യപ്പെട്ടു. നീതിന്യായ വകുപ്പ് വാദിക്കുന്നത് പോലെ അപ്രമാദിത്വമില്ലെന്നും സെർച്ച് എഞ്ചിന്റെ ഗുണമേന്മ കൊണ്ടാണ് ഉപയോക്താക്കൾ തിരഞ്ഞെടുക്കുന്നതുമെന്നുമാണ് ഗൂഗിളിന്റെ പക്ഷം. ക്രോമിന്റെ വിൽപ്പന കമ്പനിയെ മാത്രമല്ല ഉപയോക്താക്കൾക്കും തിരിച്ചടിയുണ്ടാകുമെന്നും അവർ വാദിക്കുന്നു. ഡിസംബർ വരെ മറ്റു പരിഹാരമാർഗം കോടതിക്ക് മുന്നിൽ വെക്കാനുള്ള അവസരവും ഗൂഗിളിനുണ്ട്. 2025 ഓഗസ്റ്റിൽ കേസിൽ അന്തിമ വിധിയുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. വിധി പ്രതികൂലമായാൽ അപ്പീൽ പോകാനും ഗൂഗിളിന് സാധിക്കും. ഈ സാധ്യതകളിലെല്ലാം നിർണായക ഘടകം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിന്റെ മുൻ ഭരണകാലത്ത് നീതിന്യായ വകുപ്പ് കൊണ്ടുവന്ന കേസാണ് ബൈഡൻ സർക്കാർ ഏറ്റെടുത്തത്. ഈ വിചാരണ തുടരുമെന്ന് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപ് പറയുകയും ചെയ്തു. എന്നാൽ ഒക്ടോബറോടെ നിലപാട് മയപ്പെടുത്തിയ ട്രംപ് ഗൂഗിളിനെ തകർക്കാൻ ലക്ഷ്യമിടുന്നില്ലെന്നും പ്രതികരിച്ചു. ട്രംപ് സർക്കാരിന് കീഴിൽ നീതിന്യായ വകുപ്പിന്റെ ചുമതല ആർക്കായിരിക്കുമെന്നതും നിർണായകമാണ്. ട്രംപ് നിലപാട് മാറ്റിയാൽ കേസിൽ നിന്ന് പിന്മാറുന്നതടക്കം നാടകീയമായ വഴിത്തിരിവുകൾ കേസിലുണ്ടായേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.